ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് വ്ളോഗർ. ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ആഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിംഗ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. അതുപോലെ തന്നെ ഈ ഒരു ആഴ്ചയിൽ മലയാള ചിത്രങ്ങൾ വളരെ കുറവാണ്, അന്യഭാഷ ചിത്രങ്ങളാണ് കൂടുതലും OTT റിലീസിന് എത്തുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ കുറച്ച് സർപ്രൈസ് റിലീസുകളും ഈ ഒരു ആഴ്ചയിൽ OTT റിലീസിന് എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം നിമിഷമാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മാരവില്യൻ ഗോപുരങ്ങൾ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഇന്ദ്രജിത്ത് സുകുമാരൻ, ശ്രുതി രാമചന്ദ്രൻ, സർജിയോ ഖാലിദ്, പിന്നെ വിൻസി അലോസിയസ് എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു ഫാമിലി ഡ്രാമ ഭാഗത്തിൽ വരുത്താവുന്ന ഒരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു മാരവില്യൻ ഗോപുരങ്ങൾ എന്ന് പറയുന്നത്. ഏപ്രിൽ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം ജനതുമായിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 21 ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. റാസാവതി ദ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അർജുൻ ദാസ് അതുപോലെ തന്നെ തനിയ രവിചന്ദ്ര എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് റാസാവതി എന്ന് പറയുന്നത്. മെയ് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് സിംപ്ലി സൗത്തും അതുപോലെ തന്നെ ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 21 ആഹാ തമിഴിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. തമിഴ് ഭാഷയിൽ മാത്രമാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അരമന 4 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുന്ദർ സി അതുപോലെ തന്നെ തമന്ന ഭാട്ടിയ, ഋഷി ഖന്ന എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചു. ഒപ്പം തന്നെ കവൈ സരളയും അതുപോലെ തന്നെ യോഗി ബാബയും കൂടി തകർത്ത് അഭിനയിച്ചുള്ള ഒരു കോമഡി ഹൊറർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് അരമന 4 എന്ന് പറയുന്നത്. തമിഴ് ഭാഷയിൽ ഇപ്പോൾ ഈ അടുത്തിറങ്ങിയതിൽ വലിയ വമ്പം കളക്ഷൻ നേടിയിട്ടുള്ള ഒരു 100 കോടി മുകളിലേക്ക് കളക്ഷൻ നേടിയിട്ടുള്ള ഒരു തമിഴ് ചിത്രം കൂടിയാണ് അരമന 4 എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ഡിസ്നി ഹോട്ട് സ്റ്റാർ ആണ്. ചിത്രം ഈ ജൂൺ മാസം 21 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെയും അതുപോലെ തന്നെ ടെൻഡാകോട്ടയിലൂടെയും അതുപോലെ തന്നെ സിംപ്ലി സൗത്തിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗം ഗം ഗണേശ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആനന്ദ് ദേവഗൗഡ അതുപോലെ തന്നെ നയൻ സാരിക എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു റൊമാൻറ്റിക് ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് ഗം ഗം ഗണേശ എന്ന് പറയുന്നത്. മെയ് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്ത വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം തെലുങ്ക് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ബാഡ് കോപ്പ് എന്ന് പറയുന്ന ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ ഒരു വെബ് സീരീസ് ആണ്. നമ്മുടെ അനുരാഗ് കശ്യപും അതുപോലെ തന്നെ ഗുൽഷൻ ദേവയ്യ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു 8 പാർട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് ബാഡ് കോപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസ് ഈ വരുന്ന ജൂൺ മാസം 20 ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം ഓൾറെഡി ഹിന്ദി ഭാഷയിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. മറ്റുള്ള ഭാഷയിലൂടെ സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഇതുവരെ അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ബാഡ് കോപ്പിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, അനശ്വര രാജൻ, നിഖില വിമൽ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലോട് തന്നൊരു ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്നത്. മലയാളത്തിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചുള്ള ഒരു ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള ആമസോൺ പ്രൈമും അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് ആണ്. ചിത്രം സിംപ്ലി സൗത്തിലൂടെ ഉടൻ വരും എന്നുള്ള ഒരു പോസ്റ്റർ, കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം മേ ബി ഇന്നല്ലെങ്കിൽ നാളെ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് സർപ്രൈസ് റിലീസിന് ഒരുങ്ങുന്ന ഒരു അപ്ഡേറ്റും പുറത്തു കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗു എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദേവനന്ദ അതുപോലെ തന്നെ സൈജ് കുറുപ്പ്, നിരഞ്ജൻ മണിയമ്പിള്ള രാജു എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു മലയാളം മൂവിയായിരുന്നു ഗു എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെയും OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈമോ അതുപോലെ തന്നെ മനോരമ മാക്സ് ആണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ മാസം 5 കൂടിയുടെ ചിത്രം ആമസോൺ പ്രൈമിലൂടെയും മനോരമ മാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹിഗിറ്റ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുരാജ് വഞ്ഞാറമൂടും ധ്യാൻ ശ്രീനിവാസനും കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കാറ്റഗറി എടുത്താവുന്ന ചിത്രമാണ് ഹിഗിറ്റ എന്ന് പറയുന്നത്. മാർച്ച് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്ത വിജയം നേടിയെടുക്കാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ഇപ്പോൾ അവസാനം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സൈനാപ്ല സ്വന്തമാക്കിയത്. സൈനാപ്ലയിലൂടെ ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ മാസം 28 ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.
ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നടിഗർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ടോവിനോ തോമസ്, ബാലു വർഗീസ്, ഷൗബിൻ സാഹിർ എന്നിവ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു നടിഗർ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് വൻ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെയും OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 27 മലയാള ഭാഷയിലൂടെ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ നിവിൻ പോളി, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ചിത്രമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നമ്മുടെ സോണി ലീവാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസം ജൂലൈ 5 ഒഫീഷ്യലി ചിത്രത്തിന്റെ OTT റിലീസിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൊരായിരിക്കും മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. മിർസാപൂർ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ പങ്കജ് ത്രിപാഠി, അതുപോലെ തന്നെ അലി ഫൈസൽ, വിജയ് വർമ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിലൂടെ എടുത്താവുന്ന ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിലൂടെ എടുത്താവുന്ന ഒരു വെബ് സീരീസ് ആണ്. 8 പാർട്ടിലായിട്ട് ഇറങ്ങുന്ന ഈ വെബ് സീരീസ് ഈ ജൂലൈ മാസം 5 സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഹിന്ദി ഭാഷയിലായിരിക്കും സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മഹാരാജ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിജയ് സേതുപതി, അതുപോലെ തന്നെ അനുരാഗ് കശ്യപ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രത്തിൻ്റെയും OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ മാസം പകുതിയോട് കൂടിയിട്ടായിരിക്കും ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തലവൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബിജു മേനോൻ, അതുപോലെ ആസിഫ് അലി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു തലവൻ എന്ന് പറയുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ വലിയൊരു വിജയം നേടിക്കൊണ്ട് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചുകൊണ്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് തലവൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് സോണി ലീവ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 5 നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം ജൂലൈ ലാസ്റ്റ് വീക്കോട് കൂടിയിട്ടായിരിക്കും തലവൻ എന്ന് പറയുന്ന ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷയിൽ നിന്നായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.